ഹലോ ഫ്രണ്ട്സ്. ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് നമ്മുടെ വിളക്കുകളൊക്കെ ഉണ്ടല്ലോ, നിലവിളക്കുകൾ, പിള്ളേരുടെ പാദസരം, അരഞ്ഞാണം, അങ്ങനെയുള്ള വലിയ ആഭരണങ്ങൾ, അതെല്ലാം ക്ലാവ് പിടിച്ച് അഴുക്കാവുകയും ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. അതൊക്കെ നല്ലപോലെ പുതിയതുപോലെ തന്നെ നമുക്ക് വെട്ടി തിളക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിഡിലും പ്രോഡക്റ്റാണ് ഞാൻ കാണിക്കുന്നത്. അതെന്താന്ന് ഈ ഒരു സാധനമാണ്. നമ്മുടെ ധാര എന്ന് പറയുന്നൊരു നമ്മൾ പാത്രക്കടയിലും വിളക്കുണ്ടാക്കുന്ന കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്. ഇത് വെച്ച് പോളിഷ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതോളം നല്ലതാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തും കൂടി നോക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിവിടെ ഒരു വിളക്കെടുത്തിട്ടുണ്ട്. അത് കഴുകി ക്ലീൻ ആക്കിയതാണ്. എന്നാലും അതിൽ ചെറിയ കറകൾപ്പാടുകൾ കണ്ടോ. പിന്നെ പഴയതാണെന്ന് തോന്നുന്നു, ഒരു തിളക്കമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ വിളക്കിൽ തന്നെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം തിളക്കം വെക്കുമെന്ന്. ഈ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ, ധാര. അതിനകത്ത് നമ്മൾ ഈസിലി ക്ലീൻ പോളിഷ് ചെയ്യാനും പറ്റുന്നതാണ്. ഗോൾഡും ബ്രാസ്, സിൽവർ, കോപ്പർ, അലൂമിനിയം, അങ്ങനെ ഒരു 5-8 ഐറ്റം ഒക്കെ ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്തെടുക്കാവുന്ന ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ വില 60 രൂപ മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ വിളക്ക് കൊടുക്കുന്ന കടയിലും പാത്രക്കടയിലും വാങ്ങിക്കാൻ കിട്ടുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഈ വിളക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വിളക്കിലോട്ട് ഒഴിച്ച് ഈ പോളിഷ് തൂക്കുകയാണല്ലോ. അപ്പോൾ ഈ വിളക്കിലൊരു വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. വെള്ളം നനവ് ഒട്ടും തന്നെ ഇല്ലാതിരിക്കണമെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം ഒരു 3-4 മിനിറ്റ് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് തിരുമ്മി ശരിയായി കഴിഞ്ഞാൽ കറകളെല്ലാം ഇളകി വരാൻ തുടങ്ങും. നമുക്ക് കാണാം. കണ്ടോ, ബ്ലാക്ക് കളറിൽ ആ കറകൾ ഇളകി വരുന്നത് കണ്ടോ, ക്ലീൻ ആയി വരുന്നതാണ്, ഒരു ബ്ലാക്ക് കളറിൽ. നമ്മൾ കൈകൊണ്ട് തന്നെ ഈ പോളിഷ് ഇതിങ്ങനെ വിളക്കിലോ ഏതിലായാലും തിരുമ്മി കൊടുത്താൽ മതി. അല്ല സ്ക്രബറോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കണ്ട. ഇനി നമുക്ക് വേണ്ടത് ന്യൂസ് പേപ്പറാണ്. ഈ കറകൾ തൂത്ത് കളയാൻ വേണ്ടി നമ്മൾ ന്യൂസ് പേപ്പറാണ് ഉപയോഗിക്കേണ്ടത്. ആ ന്യൂസ് പേപ്പർ വെച്ച് നല്ലപോലെ തിരുമ്മി ഒന്ന് നമുക്ക് തൂത്ത് ആ ഓയിൽ മേലെല്ലാം ഒന്ന് തൂത്ത് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോഴാണ് അത് നല്ല തിളങ്ങി വരിക. ഈ പേപ്പർ ഇട്ട് നമ്മൾ എത്രത്തോളം നല്ലപോലെ തിരുമ്മി പോളിഷ് ചെയ്തെടുക്കുന്നു അതുപോലെ തിളങ്ങി വരും കേട്ടോ. ഞാനിതിപ്പം വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് തൂത്ത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ പേപ്പർ ഇട്ട് ഇങ്ങനെ തിരുമ്മി കൊടുത്തോണ്ടിരിക്കുന്നതോറും അതിങ്ങനെ തിളക്കം കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് നല്ലപോലെ ഒന്ന് വിളക്കൊന്ന് പോളിഷ് ചെയ്തെടുത്താണ്ടല്ലോ, കടയിൽ നിന്നും പുതിയത് വാങ്ങിക്കുന്ന പോലെ തന്നെ ഇരിക്കും. അത്രയ്ക്കും തിളക്കമായിട്ട് കിട്ടും.
ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ നമ്മൾ പോളിഷ് ചെയ്ത ഭാവവും ചെയ്യാത്ത ഭാവവും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി വിളക്കിന്റെ ബാക്കി ഭാഗം കൂടെ നമുക്ക് പോളിഷ് ചെയ്തെടുക്കാം, വിളക്ക് മൊത്തത്തോടെ. വിളക്ക് ഞാനിവിടെ ഫുള്ളും പോളിഷ് ചെയ്തിട്ടുണ്ട്, കണ്ടോ, പുതിയതുപോലെ ആയില്ലേ. ഇത് ഞാൻ വീട്ടിൽ പിള്ളേരുടെ ഒരു പഴയ അരഞ്ഞാണം കേട്ടോ, വെള്ളി അരഞ്ഞാണം, അത് ഉപയോഗിക്കാതെ കിടക്കുന്നതാണ്. അതിൽ എത്രത്തോളം കറുത്തിരിക്കുന്ന കണ്ടോ, കറ പിടിച്ച്. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഈ വെള്ളിയും അലുമിനിയം എല്ലാം നല്ലപോലെ ക്ലീൻ ആയി വരുമെന്നാണ് അവർ ആ ബോട്ടിൽ എഴുതിയിരിക്കുന്നത്. അത് എത്രത്തോളം ഉണ്ടെന്ന് ഒന്നറിയാലോ. ഇനി ഞാനതൊരു കോട്ടൺ വേസ്റ്റ് ഇട്ട് ഒന്ന് തൂത്ത് കൊടുക്കും കേട്ടോ. പേപ്പർ ഇട്ട് തൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കൂടെയുള്ള അഴുക്കുകളൊക്കെ പോകാൻ പാടായതുകൊണ്ട്. ജസ്റ്റ് ഒന്ന് പേപ്പറും കൂടെ ഇട്ട് തൂത്തപ്പോൾ നല്ലപോലെ തിളക്കം വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ക്ലീൻ ചെയ്യാമെന്ന പോളിഷ് ചെയ്യാമെന്ന് അവർ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.